സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ 2011 സൗത്ത് സുഡാനും നോർത്ത് സുഡാനും എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളുണ്ടായത്. 2011. അപ്പോൾ സൗത്ത് സുഡാൻ ക്രിസ്ത്യൻ രാജ്യമായിട്ടും നോർത്ത് സുഡാൻ മുസ്ലിം രാജ്യമായിട്ടും. അപ്പോൾ അങ്ങനെ അതിന് മുമ്പ്, അതായത് 2011 വരെ ചില ആഭ്യന്തര കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം മുസ്ലിം ഭൂരിപക്ഷമായ നോർത്ത് സുഡാനിലാണ് തലസ്ഥാനമുള്ളത്. ഖർത്തൂമാണ് സുഡാൻ്റെ തലസ്ഥാനം. അപ്പോൾ സിവിൽ വാർ ഉണ്ടായി. പിന്നെ ബാക്കിയുള്ള യൂറോപ്യൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ, ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളൊക്കെ ഇടപെട്ടിട്ടാണ് സൗത്ത് സുഡാൻ ക്രിസ്ത്യാനികൾക്കും നോർത്ത് സുഡാൻ മുസ്ലിങ്ങൾക്കുമായിട്ട് രണ്ട് രാജ്യമുണ്ടായത്. ഭൂരിപക്ഷം നോർത്തിൽ മുസ്ലിംസും സൗത്തിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും. എന്ന് വിചാരിച്ചാൽ അവിടെ പ്രശ്നങ്ങൾ വർഗീയമായിട്ടുള്ളതൊന്നുമില്ല. അവിടെ ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നോർത്ത് സുഡാനിലാണ് മുസ്ലിങ്ങൾ തമ്മിലുള്ളതാണ് പ്രശ്നം. അതായത് പട്ടാള ഗവൺമെൻറ്, അവിടുത്തെ ഗവൺമെൻറ്റിനെതിരാണ്, അല്ലാതെ ജാതിയും മതവും ചേർന്നുള്ളതല്ല. ഗവൺമെൻറ്റിനെതിരെ, പട്ടാള ഗവൺമെൻറ്. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യമല്ലേ, അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ നടക്കുന്നില്ലേ. നേപ്പാൾ എന്ന് പറയുന്നത് ഹിന്ദു രാജ്യമല്ലേ, അവിടെ ഭരണാധികാരികളെ ഓടിച്ചു വിട്ടില്ലേ. അപ്പോൾ അതുപോലെയുള്ളൂ. അപ്പോൾ അതിലല്ല കാര്യമൊന്നുമില്ല, അത് വംശീയ ഹത്യയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വംശീയ ഹത്യ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് ഈ സുഡാനെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. സുഡാന് ആ കാര്യത്തിൽ വലിച്ചിഴക്കുക. അപ്പോൾ സുഡാനെയും ഇസ്രയേലിനെയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടത് നിങ്ങൾ. അപ്പോൾ താരതമ്യം ചെയ്യുന്ന പറയുന്ന മനുഷ്യർ, അത് വേറെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജൂതന്മാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാർ. കാരണം നിങ്ങൾക്കറിയാം, ഹിറ്റ്ലർ ആരായിരുന്നു? ക്രിസ്ത്യാനിയായിരുന്നു. ഹിറ്റ്ലർ ആണ് ഏറ്റവും കൂടുതൽ ജൂതന്മാരെ കൊന്നടക്കിയത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യാനികളുടെ ദൈവമെന്നും ദൈവപുത്രനെന്നും എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ ആരാണ് കുരിശിൽ തറച്ചത് എന്നവർ വിശ്വസിക്കുന്നത്? യഹൂദന്മാരാണ്. അപ്പോൾ ആ യഹൂദന്മാരെ ഇന്ന് ക്രിസ്ത്യാനികൾ സ്വന്തം ദൈവത്തെ അല്ലെങ്കിൽ ദൈവപുത്രനെ കുരിശിൽ തറച്ചവരെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു വിഡ്ഢിത്തരമാണ്, ലോകത്ത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. അപ്പോൾ അല്ല. അപ്പോൾ യഹൂദന്മാർ ലോകത്ത് വെറുക്കപ്പെട്ട വർഗമാണ്. കാരണം അവരെന്ത് തെണ്ടിത്തരം അവർ കാണിക്കും, എന്തും. അപ്പോൾ ഇന്ന് ലോകത്ത് സമാധാനമില്ലായ്മ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഒന്ന് പാശ്ചാത്യ ലോകവും ഒന്ന് ഈ യഹൂദന്മാരും ചെയ്യുന്ന പ്രവൃത്തികളാണ്. യഹൂദന്മാർ ലോകത്തിന്റെ ഏത് ഭാഗത്തും നുഴഞ്ഞു കയറും. അവിടെ അക്രമം ഉണ്ടാക്കുക, അവിടെ വിഭാഗീയത ഉണ്ടാക്കുക, വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക, അത് അവരുടെ രക്തത്തിൽ കലർന്നു പോയി. അപ്പോൾ അവർക്ക് പ്രത്യേകമായ ചില അജണ്ടകളുണ്ട്, ആർക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് യഹൂദന്മാരെന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു വർഗമാണ്. അത് മനസ്സിലാക്കാൻ ഉള്ള കഴിവെന്ന് പറയുന്നത്, മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ വിഡ്ഢികളായ